ഹലോ കൂട്ടുകാരെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ന് കേരള പി സി നടത്തിയ വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ എക്സാമിൻ്റെ മാത്സ് ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻസ് കുറച്ച് സിമ്പിളായിരുന്നു, കുറച്ച് എബോവ് ആവറേജുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു നോക്കാം. ആമി ഒരു വർഷത്തിൽ 3 പരീക്ഷകൾ എഴുതി. ആദ്യ പരീക്ഷയേക്കാൾ യഥാക്രമം 10ഉം 11ഉം മാർക്ക് കൂടുതലാണ് 2ഉം 3ഉം പരീക്ഷകളിൽ. അപ്പോൾ ആമി 3 പരീക്ഷ എഴുതി, 1, 2, 3. ആദ്യ പരീക്ഷയ്ക്ക് എക്സ് മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പരീക്ഷയ്ക്ക് x+10 മാർക്കും മൂന്നാമത്തെ പരീക്ഷയ്ക്ക് x+11 മാർക്കുമാണ് ലഭിച്ചത്. ആമിയുടെ ശരാശരി മാർക്ക് കുറഞ്ഞത് 75 ആണെങ്കിൽ ആദ്യ പരീക്ഷയ്ക്ക് ആമിക്ക് ലഭിക്കേണ്ട കുറഞ്ഞ മാർക്ക് എത്രയാണ്? അതായത് ഇതിൻ്റെ ശരാശരി, ഈ 3 മാർക്കിൻ്റെ ശരാശരിയാണ് 75. അതായത് x+10 + x+11 ഹോൾ ഡിവൈഡ് ബൈ 3 3 75 എന്ന് കിട്ടും. അതായത് 3x + 21/3 75 എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് 3 കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ x+7/3 75 എന്ന് കിട്ടും. 3 പോയി, ബാക്കി x = 75 - 7, അതായത് 68. ഇവിടെ നമ്മുടെ ആൻസർ വരിക ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, ഒരു ചതുരത്തിന്റെ വിസ്തീർണം 100 cm² ആണ്. അതിന്റെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ വിസ്തീർണം എത്രയാണ്? ഇതിനകത്ത് ജസ്റ്റ് ചതുരം എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. ചതുരത്തിന്റെ വിസ്തീർണം, അതായത് ചതുരത്തിന്റെ വിസ്തീർണം എന്ന് പറയുമ്പോൾ ചതുരത്തിന്റെ ലെങ്തോ ബ്രെഡ്ത്തോ തന്നിട്ടില്ല. അത് എത്രയാവാം? ഇത് 50 cm ആവാം, ഇത് 2 cm ആവാം, അല്ലെങ്കിൽ ഇത് 25 cm ആവാം, ഇത് 4 cm ആവാം, അല്ലെങ്കിൽ ഇത് 100 cm ആവാം, ഇത് 1 cm ആവാം. അങ്ങനെ പലവിധ ഓപ്ഷനുകൾ ഇവിടെ വരുന്നുണ്ട്. കൂടാതെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിന്റെ വിസ്തീർണം എത്രയാണെന്നാണ്. ഡയഗണലിൽ വൃത്തം എങ്ങനെയൊക്കെ വരക്കാം? എങ്ങനെ വേണമെങ്കിലും വരച്ചുകൂടെ? എങ്ങനെ വരക്കാം? എനിക്ക് ഇങ്ങനെ വരക്കാം, വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം, ഇങ്ങനെ വരക്കാം. ക്വസ്റ്റ്യൻ ഒരു കൃത്യതയില്ല. അതുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ്റെ എന്താ പറയുക, എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് എനിക്ക് വ്യക്തമല്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിനെ നമുക്ക് സമചതുരമാക്കി കഴിഞ്ഞാൽ, കൂടാതെ ഡയഗണലിൽ വരച്ചിരിക്കുന്ന വൃത്തത്തിൻ്റെ വിസ്തീർണം, അതായത് അതിൻ്റെ ഡയഗണൽ, ആ സ്ക്വയറിൻ്റെ ഡയഗണൽ വ്യാസമായിട്ട് വരച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സർക്കിൾ കിട്ടും. സോ അതിൻ്റെ നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ സ്ക്വയർ. നമുക്കത് സ്ക്വയർ ആയിട്ട്, അതായത് ചതുരമായിട്ട് കാണാം. സമചതുരത്തിൻ്റെ വിസ്തീർണം 100 cm² ആണെങ്കിൽ ഒരു സൈഡ് എത്ര ആയിരിക്കും? 10 cm ആയിരിക്കും. സോ അതിൻ്റെ ഡയഗണൽ, ഇതിനകത്ത് ഡയഗണൽ ഡയമീറ്റർ ആയിട്ട് വരുന്ന ഒരു സർക്കിൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, നമുക്ക് കാണേണ്ടത് ഇതിൻ്റെ ഏരിയ ആണ്. ഈ സർക്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ സർക്കിളിൻ്റെ ആരം കിട്ടണം, അതായത് റേഡിയസ് കിട്ടണം. ഇതാണ് നമ്മുടെ റേഡിയസ്. സോ ഈ ഒരു റെക്റ്റാങ്കിൾ നോക്കിക്കേ, ഇത് എത്ര സെൻറ്റിമീറ്റർ? ഇത് മൊത്തം 10 cm ആണെങ്കിൽ ഇത് മാത്രം എത്രയുണ്ട്? 5 cm അല്ലേ? ഇത് 5 cm, ഈ ബേസ് 5 cm ആണ്. ഈ ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് നോക്കിക്കേ, ഇതും അതേപോലെ തന്നെയല്ലേ? ഇവിടെ മൊത്തം 10 cm ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതി, ഇത് 5 cm. നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് ഈ ത്രികോണത്തിൻ്റെ, അതായത് ഇതിനകത്തുള്ള ത്രികോണത്തിൻ്റെ ഹൈപ്പോട്ട്ന്യൂസ് ആണ്, അതായത് വികർണമാണ്. നമുക്ക് പൈത്തഗോറസ് ഇക്വേഷൻ അറിയാം. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ = കർണം സ്ക്വയർ, അതായത് ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ = ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ. സോ 5² + 5² നമ്മുടെ കിട്ടേണ്ട r², അതായത് 2 × 5² = r². r = 5√2. r 5√2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വിസ്തീർണം കാണാം. എന്താണ് ഇക്വേഷൻ? πr² അല്ലേ? π × r². r എത്രയാണ്? 5√2². അതായത് π × 5√2² എന്ന് പറഞ്ഞാൽ 5² × √2², അതായത് π × 25 × √2² എന്ന് വെച്ചാൽ 2, അതായത് 50π. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ സി ആണ് കേട്ടോ. സമചതുരമായിരിക്കണം, അതിൻ്റെ ഡയഗണൽ വ്യാസമായിട്ട് വരക്കുന്ന സർക്കിളും ആയിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 15.625 ക്യൂബ് റൂട്ട് ഡാഷ് ആണ്.
ഇത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും മെത്തേഡ് നിങ്ങൾക്ക് അറിയാമോ? ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു എളുപ്പ വഴിയുണ്ടോ? നോക്കിക്കേ, ഈ ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 15.625. ലാസ്റ്റ് ഡിജിറ്റ് എത്രയാണ്? 5 അല്ലേ? ഈ 5 എന്താ പറയുക, ഒരു നമ്പറിൻ്റെ ക്യൂബ് റൂട്ട് വരണമെങ്കിൽ, മീൻസ് ഒരു ക്യൂബ് ആവണമെങ്കിൽ ആ നമ്പറിൻ്റെ എൻഡിൽ എന്തായിരിക്കും വരിക? ആ എൻഡ് ഡിജിറ്റ് എന്തായിരിക്കും? നോക്ക്, ക്യൂബിൻ്റെ എൻഡ് ഡിജിറ്റ് 5 ആണെങ്കിൽ അതിൻ്റെ ക്യൂബ് റൂട്ടിൻ്റെ എൻഡ് ഡിജിറ്റും 5 ആയിരിക്കും. സോ ഇവിടെ ഒന്നും ചെക്ക് ചെയ്യാനില്ല, ഇവിടെ 5 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, അത് ഓപ്ഷൻ ഡി ആണ്. ഇങ്ങനെ വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതായത് നമുക്ക് ഈ 15.625 ഡെസിമലിൽ നമുക്ക് ഫ്രാക്ഷനിലേക്ക് ഒന്ന് മാറ്റാമല്ലോ. 15.625/1000. ഇതിന് നമുക്ക് 10 ക്യൂബ് എന്ന് എഴുതാം. ഇത് ഏത് നമ്പറിൻ്റെ ക്യൂബാണ്? അത് ഏത് നമ്പറും ക്യൂബ് ആയിക്കോട്ടെ, അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിൽ ഒരു 5 വരും. ഉറപ്പല്ലേ ക്യൂബായിരിക്കും. സോ മുകളിൽ 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, താഴെ 10ൻ്റെ ഒരു ഡിവിസർ ആയിരിക്കും, 10ൻ്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ, എന്തിൻ്റെ ക്യൂബാണ് 15.625? ഇത് മനസ്സിലായില്ലെങ്കിൽ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ചെയ്ത് നോക്കോ. 25ൻ്റെ ക്യൂബാണ് 15.625. 25 ക്യൂബ് 10 ക്യൂബ് വരും. അപ്പം ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 25 ക്യൂബ്/10 ക്യൂബിൻ്റെ ആണെങ്കിൽ 25/10 ആയിരിക്കും. അതായത് 5 ഇത് 5 പ്രാവശ്യം പോയി, 5 ഇത് 2 പ്രാവശ്യം പോയി, അതായത് 5/2. ആൻസർ എത്ര കിട്ടി? നമുക്ക് 5/2 തന്നെ കിട്ടി. അടുത്ത ചോദ്യം ഇതേ വൃത്യംഗങ്ങളുടെ വെച്ചിട്ടുള്ള ചോദ്യമാണ്. ഇത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ, a⁻m n = a⁻mn. ഈ ഒരൊറ്റ സംഭവമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. നമുക്കത് നോക്കാം. x⁻a - a⁻1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/a ആണ്. ഓക്കെ, അതറിയാമല്ലോ. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ പവർ എഴുതാം. 1 - a-1 × a/a+1. ഓക്കെ, a⁻m എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a⁻mn. അതായത് ഈ ഒരു നമ്പർ ഇത് നമ്മൾ m ആയിട്ടും ഇത് n ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ a⁻m × n അല്ലേ? ഇത് നോക്കിക്കേ, ഇത് ജസ്റ്റ് നമുക്ക് സിംപ്ലിഫൈ ചെയ്തതാ. x⁻a - 1/a ഹോൾ ഈ 1 × a തന്നെ, താഴെ a-1 × a+1 ഉണ്ട്. നമുക്കറിയാം a+b × a-b എന്ന് പറഞ്ഞാൽ a² - b² ആണ്. അതുപോലെ a+1 × a-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² - 1², അതായത് 1 തന്നെ. ഇത് നോക്കിക്കേ, ഇതും ഇതേപോലെ a⁻m എന്നുള്ള ഫോർമുലയിലല്ലേ, അതുകൊണ്ട് ഇതും അതുപോലെ ചെയ്യാം. പക്ഷെ ഞാൻ ഇവിടെ സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. a-1/a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a² - 1/a വരും, ഇൻറ്റു നമ്മുടെ അടുത്ത പവർ a/a² - 1. ഇതും പോയി, ഇതും പോയി, ബാക്കി എത്ര വരും? x മാത്രം വരും. സോ ഇവിടെ ആൻസർ വരിക ഓപ്ഷൻ എ ആണ്. അടുത്തത്, ഒരു വാസ്തുശില്പഘടന നൽകിയിരിക്കുന്ന ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ 0.5 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1.5 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ ആരമുള്ള എയിൽ നിന്ന് ആരംഭിച്ച് എയിലും ബിയിലും മാറി മാറി കേന്ദ്രങ്ങളുള്ള തുടർച്ചയായ അർദ്ധവൃത്തങ്ങളാൽ നിർമ്മിതമാണ്. അപ്പോൾ ഇതൊരു അർദ്ധവൃത്തം, ഇതൊരു അർദ്ധവൃത്തം, ഇതൊരു അർദ്ധവൃത്തം, ഇതൊരു അർദ്ധവൃത്തം. ഇങ്ങനെ 13 അർദ്ധവൃത്തങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്, ഈ L1 + L2 + L3 + L4 അങ്ങനെ 13 എണ്ണത്തിൻ്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം ഇതെന്താണ്? ഒരു സെമി സർക്കിൾ, അർദ്ധഗോളമാണ്. അർദ്ധഗോളത്തിൻ്റെ ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്താ? ഒരു മുഴുവൻ സർക്കിൾ ആണെങ്കിൽ 2πr ആണ്. പകുതി ആകുമ്പോൾ 2πr/2, അതായത് πr എന്ന് വരും. r എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഡിയസ്, ഇവിടെ റേഡിയസ് തന്നിട്ടുണ്ട്, എത്രയാണ്? 0.5. അപ്പോൾ ആദ്യത്തേത് πr, അതായത് π × 0.5. രണ്ടാമത്തതോ L2, π × r എത്രയാണ് തന്നിരിക്കുന്നത്? 1 ആണ്, 1. അതേപോലെ L3 അങ്ങനെ എത്രയാവും? π × 1.5. ഇതൊക്കെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അതായത് π, അതായത് 0.5π + 1π + 1.5π + 2π അങ്ങനെ പോയിട്ട് 13ാമത്തത് വരെ. ഓക്കെ, 13ാമത്തെ ടേം വരെ, 13π അല്ല, 13ാമത്തെ ടേം വരെ. അപ്പോൾ π കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് 0.5 + 1 + 1.5 + എക്സെട്ര എന്ന് പറഞ്ഞ് പോകും. ഇതെന്തായി? ഒരു AP, അരിത്മെറ്റിക്
പ്രോഗ്രഷൻ, അതായത് സമാന്തര ശ്രേണിയായി. ഇപ്പോൾ സമാന്തര ശ്രേണിയുടെ സംഖ്യയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എത്രയാണ്? സം ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d അല്ലേ? n എത്രയാണ് നമുക്ക് വേണ്ടത്? 13 നമ്പേഴ്സിൻ്റെ ആണ്. അപ്പോൾ 13/2. a എത്രയാണ് ഇവിടെ? 0.5 ആണ്. ഇപ്പോൾ 2a എന്ന് പറയുമ്പോൾ 1 ആവും. n-1 n എത്രയാണ്? 13 -1 12 ഇൻറ്റു d എന്ന് പറഞ്ഞാൽ 0.5. ഓക്കെ, ഇത് കണ്ടു കഴിഞ്ഞാൽ 13/2 1 പ്ലസ് ഈ 12 ഇൻറ്റു 0.5 6 ആവും. 1 + 6 7 ആവും. സോ നമ്മുടെ ആൻസർ വരെ 13 ഇൻറ്റു 7/2. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പൈയുടെ വാല്യൂ 22/7 ആണ്. ഇൻറ്റു ഈ സമ്മ് എത്രയാണ്? 13 ഇൻറ്റു 7/2. 7 ക്യാൻസലായിപ്പോയി. 2 ഇതിനകത്ത് 11 പ്രാവശ്യം പോയി. ഓക്കെ, സോ നമ്മുടെ ആൻസറിൻ്റെ ലാസ്റ്റ് 11 ഇൻറ്റു 13 എന്ന് വരും. ആൻസറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റിൽ 3 ഉണ്ടാവും. സോ നമ്മുടെ ഓപ്ഷൻ ഇവിടെ ഓപ്ഷൻ എ ആണ് വരുന്നത്. വേണമെങ്കിൽ അത് ചെയ്ത് നോക്കാം, കുഴപ്പമൊന്നുമില്ല. 13 ഇൻറ്റു 11 13 13 3 4 1. സോ 143 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക കേട്ടോ. അടുത്തത് r = 18 RAT = 39 എങ്കിൽ CAP എത്രയാണ്? എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഇങ്ങനെയൊരു ടേബിൾ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആൽഫബറ്റിക് സീരീസ് ആണ്, അസെൻഡിങ് ഓർഡറിൽ A മുതൽ Z വരെ ഓരോ ആൽഫബറ്റ്സിനും ഞാൻ നമ്പേഴ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. 1 മുതൽ 26 വരെയുള്ള നമ്പേഴ്സ്. ഇങ്ങനെ എഴുതാൻ കാരണം നമുക്ക് എക്ക് വേണമെങ്കിൽ 26 എന്ന നമ്പർ അസൈൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എക്ക് 1 എന്നുള്ള നമ്പർ അസൈൻ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ 6 അവർ അസൈൻ ചെയ്ത വാല്യൂ 18 ആണ്. അതായത് നോക്കിക്കേ, 6ൻ്റെ ആൽഫബറ്റിക്കൽ പൊസിഷൻ 18ാമത്തെ പൊസിഷനാണ്. സോ സ്വാഭാവികമായിട്ടും 6ൻ്റെ വാല്യൂ ഇവിടെ 18 എന്ന് എടുത്തിട്ടുണ്ട്. സോ RAT 39 ആവണം. അപ്പം എയുടെ വാല്യൂ ഇവിടെ 1 എടുക്കാം. എങ്ങനെ 39 ആയി എന്നാണ് നോക്കുന്നത്. അപ്പോൾ 6ൻ്റെ വാല്യൂ 18 എന്നറിയാം, എയുടെ വാല്യൂ 1 എന്നറിയാം, പിന്നെ ടിയുടെ വാല്യൂ 20 ആണെന്നും അറിയാം. ഇതെല്ലാം കൂടി കൂട്ടിക്കേ, 39 കിട്ടിയില്ലേ? അപ്പോൾ എന്താ സംഭവം? എന്താ ഈ മെത്തേഡ്? എന്താ, ആറും എക്കും ടിക്കും കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫബറ്റ്സിൻ്റെ പൊസിഷൻ നമ്പർ വെച്ചിട്ട് ആ പൊസിഷൻ നമ്പേഴ്സ് എല്ലാം ആഡ് ചെയ്യുക. അപ്പോൾ CAP എത്രയായിരിക്കും? സിൻ്റെ പൊസിഷൻ നമ്പറും എയുടെയും പിയുടെയും പൊസിഷൻ നമ്പർ കാണുക. സി എത്രയാണ്? 3 ആണ്. എ എത്രയാണ്? 1. പി എത്രയാണ്? 16. സോ നമുക്ക് വരെ 16 1 17 3 20. സോ ആൻസർ വരെ ഇവിടെ ഓപ്ഷൻ സി ആണേ. അടുത്തത് ഇതൊരു സീരീസ് ആണ്, മിസ്സിംഗ് ടേം കണ്ടുപിടിക്കാൻ. എ 512, ഇ 216, പിന്നെ അറിയില്ല, പിന്നെ M 8. ഇത്രയേ ഉള്ളൂ. ഒന്ന് നോക്കിക്കേ, നമുക്ക് ഫസ്റ്റ് ആൽഫബറ്റ്സ് നോക്കാം. എ ഉണ്ട്, ഇ ഉണ്ട്, പിന്നെ കണ്ടുപിടിക്കണം, പിന്നെ M ഉണ്ട്. ആൻസറിലേക്ക് നോക്കിയേ, ജി ഉണ്ട്, ഐ ഉണ്ട്, ഇവിടെ ഏതൊക്കെ വരാം? ഒന്നുകിൽ ജി അല്ലെങ്കിൽ ഐ. നമ്മൾ ആദ്യം ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ജി ആയിട്ട് കൊടുക്കുന്നു. ജി ആണെന്ന് വിചാരിക്കുക, ചുമ്മാ. ABCDEFGHIJKL ഇതൊരു ബന്ധമുണ്ട്. ഇത് 3 എണ്ണം കഴിഞ്ഞിട്ട് ഇ വന്നു, പിന്നെ 1 എണ്ണം കഴിഞ്ഞിട്ട് ജി വന്നു, പിന്നെ 5 എണ്ണം കഴിഞ്ഞിട്ട് M വന്നു. ഇത് കാണുന്നില്ല, ഒരു പാറ്റേൺ ഇല്ല. അപ്പോൾ അടുത്തത് നമ്മൾ ഐ വെച്ച് നോക്കാം. ABCDEFGHIJKL അതായത് 3 എണ്ണം കഴിഞ്ഞിട്ട് 3 എണ്ണം കഴിഞ്ഞിട്ട് 3 എണ്ണം കഴിഞ്ഞിട്ട്. സോ ഇവിടെ ഒരു പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ വരുന്ന ആൽഫബറ്റ്സ് ഐ ആണ്. സോ നമുക്ക് ഈ ഓപ്ഷനും കളയാം. സോ നമുക്ക് വരിക ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. ഇനി നമ്പേഴ്സ് നോക്കാം. 512, 216, പിന്നെ ഡാഷ്, പിന്നെ 8. എത്രയേ ഉള്ളൂ? എന്തെങ്കിലും ഉണ്ടോ? നമുക്കിവിടെ വരാൻ ചാൻസുള്ള നമ്പേഴ്സ് 64 36 ആണ്. നിങ്ങൾ ഈ നമ്പേഴ്സ് എല്ലാം നോക്കിക്കേ, എന്തെങ്കിലും ഒരു പ്രത്യേകത കാണുന്നുണ്ടോ? ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മിനിമം ഒരു ആദ്യത്തെ ഒരു 15 നമ്പേഴ്സ് ഉണ്ടെങ്കിലും, ക്യൂബ് 10 15 നമ്പേഴ്സ് ഉണ്ടെങ്കിലും മിനിമം നിങ്ങൾ ക്യൂബ്സ് പഠിച്ചിരിക്കണം. ആ ക്യൂബ്സ് പഠിച്ചിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏത് നമ്പറിൻ്റെ ക്യൂബാ? 8ൻ്റെ ക്യൂബാണ്. ഇത് ഏത് നമ്പറിൻ്റെ ക്യൂബാ? 6ൻ്റെ ക്യൂബാണ്. ഇത് ഏത് നമ്പറിൻ്റെ ക്യൂബാ? 2ൻ്റെ ക്യൂബാണ്. അപ്പോൾ 2ൻ്റെ ക്യൂബ്, 6ൻ്റെ ക്യൂബ്, 8ൻ്റെ ക്യൂബ്. അപ്പോൾ ഈ ഗ്യാപ്പ് എത്രയായിരിക്കും വേണ്ടത്? 4ൻ്റെ ക്യൂബായിരിക്കും. 4ൻ്റെ ക്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 64. സോ ഇവിടെ ആൻസർ വരെ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, 30/9/2017 മുതൽ 5 വർഷവും 5 മാസവും 5 ദിവസവും പൂർത്തിയാകുന്ന തീയതി. അതായത് 30/9/2017 മുതൽ
5 വർഷം 5 മാസം 5 ദിവസം പൂർത്തിയാവുന്ന തീയതി. സോ ആദ്യം നമുക്ക് നോക്കാം. 5 വർഷം അതായത് +5, അതായത് 2022. ഇനി 5 മാസം 5 മാസം പറയുമ്പോൾ 9-ാം മാസമായി. അത് കഴിഞ്ഞ് 10, 11, 12. അതിപ്പോൾ എന്തായി? 2022 കഴിഞ്ഞു. ഇപ്പോൾ 2023 എത്തി. സോ ഇവിടെ മൊത്തം 5 മാസം കഴിയണം. ഇവിടെ ഇപ്പോൾ എത്ര മാസം കഴിഞ്ഞു? 9 കഴിഞ്ഞിട്ട് 1, 2, 3 മാസം കഴിഞ്ഞു. പിന്നെ 2 മാസം കൂടി കഴിയണം. അതായത് ഇത് ഫെബ്രുവരി ആയിരിക്കും. ഫെബ്രുവരി മാസം കഴിയുന്നു, ലാസ്റ്റായി, ഫെബ്രുവരി ലാസ്റ്റായേ. ഇനി അപ്പോൾ 5 മാസവും കഴിഞ്ഞു. ഇനി 5 ദിവസം 5 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി ഇത് ലാസ്റ്റ് അല്ലേ. ഇനി വീണ്ടും ഏതായി? മാർച്ച് തുടങ്ങി. അതായത് 3-ാം മാസം 2023 3-ാം മാസം. സ്വാഭാവികമായിട്ടും ഇവിടെ 5 3 2023. നമ്മുടെ ആൻസർ ഇവിടെ വരിക ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം. ഒരു വാച്ചിൻ്റെ മിനിറ്റ് സൂചി 1.5 സെൻറ്റിമീറ്റർ നീളമുള്ളതാണ്. 30 മിനിറ്റിൽ അതിൻ്റെ അഗ്രം സഞ്ചരിച്ച ദൂരം കണക്കാക്കുക. നമ്മുടെ മിനിറ്റ് സൂചി ഇപ്പോൾ ദേ 9ൻ്റെ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ഇതിൻ്റെ അഗ്രഭാഗം. ഇത് ഇതിൻ്റെ സെൻറ്റർ കേട്ടോ. ഇതിൻ്റെ അഗ്രഭാഗം. ഇത് 9ൻ്റെ എവിടെയുള്ളത്. ഇനി 30 മിനിറ്റ് സഞ്ചരിച്ചു. 30 മിനിറ്റ് പറയുമ്പോൾ ഈ 9 അരമണിക്കൂർ ഇപ്പുറത്തേക്ക് വന്നു. 3ൻ്റെ അവിടെ എത്തി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ അഗ്രഭാഗം സഞ്ചരിച്ച ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതായിരിക്കില്ലേ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ സെമി സർക്കിളിൻ്റെ ചുറ്റളവല്ലേ. ചുറ്റളവല്ല, ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇതും ആഡ് ചെയ്യണം, ഇത് രണ്ടും ആഡ് ചെയ്യണം. ചുറ്റളവല്ല, ഈ ഡിസ്റ്റൻസ് ഈ ഒരു ആർക്കിൻ്റെ ഡിസ്റ്റൻസ് അല്ല. ഈ ആർക്കിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഒരു സർക്കിളാണെങ്കിൽ 2πr അതിൻ്റെ ചുറ്റളവ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2πrൻ്റെ പകുതി വരും, അതായത് πr. ഇവിടുത്തെ r എന്താണ്? r എന്ന് വെച്ചാൽ റേഡിയസ്. ഇവിടുത്തെ റേഡിയസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ സൂചിയുടെ നീളം, അതായത് 1.5 സെൻറ്റിമീറ്റർ അല്ലേ. സോ നമ്മുടെ ആൻസർ വരിക π × 1.5, അതായത് 3.14 × 1.5. നമുക്കിതിവിടെ തന്നിട്ടുണ്ട് പൈയുടെ വാല്യൂ 3.14 ആണ് തന്നതുകൊണ്ട് നമുക്കങ്ങനെ ചെയ്യാം. ഇതിനെ ഗുണിക്കാം 3.14 × 1.5. അത് ഞാൻ ദശാംശങ്ങളൊക്കെ മാറ്റി വെക്കുകയാണേ. ദശാംശം മാറ്റി വെക്കുമ്പോൾ ഇത് 314 × 15 × 10⁻², ഇവിടെ -2 വരും, × 10⁻⁻1. അല്ലെങ്കിൽ ഇത് മനസ്സിലായില്ലെങ്കിൽ ഈ 314നെ 100 കൊണ്ടും 15നെ 10 കൊണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെയിം വാല്യൂ തന്നെ കിട്ടും കേട്ടോ. സോ ഇത് ചെയ്ത് കഴിയുമ്പോൾ 20 2 7 15 314 0 11 1 7 4. പിന്നെ അതായത് നമ്മുടെ ആൻസർ വരിക 4710 /1000 സെൻറ്റിമീറ്റർ. അതായത് ഈ മോഡലത്തെ വാല്യൂവിനെ 1000 കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ ദശാംശം എത്ര പ്രാവശ്യം ലെഫ്റ്റിലോട്ട് പോകും? 3 പ്രാവശ്യം. 1 2 3 ദശാംശം ഇവിടെ വരും. അതായത് 4.71 സെൻറ്റിമീറ്റർ. നമ്മുടെ ആൻസർ ഇതിനകത്ത് ഉണ്ടോ നോക്കിക്കേ. ഉണ്ട്, അതായത് 4.71 ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. അച്ഛൻ മകൻ. ഇപ്പോൾ മകൻ്റെ വയസ്സ് x ആണെങ്കിൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 5 ഇരട്ടിയാണ്. 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് എത്രയാണ്? 5x - 4. മകൻ്റെ വയസ്സ് എത്രയാണ്? x - 4. 4 വർഷം മുമ്പ് അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 9 ഇരട്ടിയായിരുന്നു. കിട്ടിയല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കണം, അതായത് x കണ്ടുപിടിക്കണം. x കിട്ടിക്കഴിഞ്ഞാൽ 5x കിട്ടും. x ആണ് മകൻ്റെ വയസ്സ്, 5x ആണ് ഇപ്പോഴത്തെ അച്ഛൻ്റെ വയസ്സ്. സോ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 5x - 4 = 9x - 36 എന്ന് കിട്ടും. 9x - 5x എല്ലാ സൈനും ഞാൻ സെയിം സൈൻസൊക്കെ ഒരേ സൈഡിലേക്ക് എടുക്കുവാണേ, നമ്പേഴ്സൊക്കെ ഒരേ സൈഡിലേക്കും. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം പ്ലസ് ആണെങ്കിൽ ഇത് മൈനസ് ആവും. ഇത് മൈനസ് ഇങ്ങോട്ട് എടുക്കുന്ന ഇക്വേഷൻ്റെ ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ നെഗറ്റീവ് സൈൻ പോസിറ്റീവ് ആവും. അതുകൊണ്ടാണ് ഇവിടെ 36 വന്നത്. ഇതൊക്കെ ഞാൻ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സോ 36 4 കുറച്ച് കഴിഞ്ഞാൽ 32 = 9x 5x കുറഞ്ഞാൽ 4x. സോ നമ്മുടെ 4x = 32 എന്ന് വരും. സോ x = 32/4, അതായത് 8. മകൻ്റെ വയസ്സെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 വയസ്സാണ്. അപ്പോൾ അച്ഛൻ്റെത് 5 × 8, അതായത് 40 വയസ്സ്. സോ 40 8 വരുന്ന കോമ്പിനേഷൻ നോക്കി കഴിഞ്ഞാൽ ഓപ്ഷൻ ഡി. ഓക്കെ.
So thank you guys for watching.